ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മച്ചന്മാരെ എന്നെ ഉണ്ട് വിശേഷം. അപ്പം ഇന്ന് ഈ രാത്രി ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നില്ല, രണ്ട് സൈഡും എല്ലായിടത്തും നോക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ട്രാഫിക് ജാമിലാണ്. സോ നല്ലൊരു ട്രാഫിക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അടുത്ത് എന്തുകൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു ഇൻട്രോ എടുത്തുകൂടാ. അപ്പം ഞാനിപ്പോൾ ഓട്ടോറിക്ഷയിലാണ് ഉള്ളത്. സോ ഓട്ടോറിക്ഷയിൽ നിന്നുള്ള ഒരു ഇൻട്രോ ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും ബുദ്ധിമുട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസിൻ്റെ ക്ലിയറൻസിലൊരു ബുദ്ധിമുട്ടെല്ലാം വരുമെന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. സോ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് പോകുന്ന ഒരു യാത്രയിലാണ്. അപ്പോൾ കൊച്ചിക്ക് പോകുന്ന യാത്ര എന്തുകൊണ്ട് വീഡിയോ ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കർണാടകയുടെ ഒരു കിടിലം ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ചെയ്യുന്ന അമ്പാരി ഡ്രീം ക്ലാസ് മൾട്ടി ആക്സൽ വോൾവോ ബസ്സിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ മൾട്ടി ആക്സൽ വോൾവോ ബസ്സിൻ്റെ കാഴ്ചകളും എല്ലാവരെയും നിങ്ങളിന്ന് കാണുന്നത്. അമ്പാരി എന്ന് പറയുന്നത് കർണാടകയുടെ ഒരു കിഡില ഹൈടെക് ആയിട്ടുള്ള ബസ്സാണ്. പലയിടത്തോട്ടും അതുകൊണ്ട് അതൊരു മൾട്ടി ആക്സൽ ബസ്സും കൂടിയാണ്. സോ കംപ്ലീറ്റ് കാര്യങ്ങളും ഫീച്ചേഴ്സും എല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലുണ്ട്. അപ്പം എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബാംഗ്ലൂരിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഡൊമ്പലൂർ ഭാഗത്തു നിന്ന് ഇറങ്ങി നമ്മളിപ്പം മടിവാള ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പം മടിവാള സെൻറ്റ് ജോൺസ് ബസ് സ്റ്റോപ്പിലാണ് നമ്മുടെ പിക്കപ്പ് ഉള്ളത്. നമ്മുടെ അമ്പാരി ബസ്സിൻ്റെ പിക്കപ്പ് വരുന്നത് മടിവാള സെൻറ്റ് ജോൺസ് ബസ് സ്റ്റോപ്പിലാണ്. അപ്പം ഞാൻ അവിടെ നിന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒസൂറിലുണ്ട്, സിൽക്ക് ബോർഡ്, അങ്ങനെ പലയിടത്തും ബസ് സ്റ്റോപ്പുകളെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് യാത്രാ സൗകര്യത്തിനും നമുക്ക് വീടിന് തൊട്ടടുത്തുള്ളത് മടിവാളയായതുകൊണ്ടാണ് ഞാൻ മടിവാള ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം 8:15 ഇപ്പം പോകുന്ന വഴിയിലെ കാര്യങ്ങളാണ് കണ്ടത്. ഇഷ്ടംപോലെ വണ്ടിയും തിരക്കുകളും എല്ലാം ഉണ്ട്. നമ്മൾ ഏകദേശം സോൺ സിഗ്നൽ എത്താറായി. സോണി സിഗ്നലിൽ പലർക്കും കേട്ടിട്ടുണ്ടാകും. സോണി സിഗ്നലാണ് നമ്മുടെ ബാംഗ്ലൂർ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏറ്റവും 3 തിരക്കുള്ള സിഗ്നലുകളിൽ ഏറ്റവും വലുത് വേണമെങ്കിൽ പറയില്ല, സെക്കൻഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന 3 സിഗ്നലുകളുടെ വലിയ ടൈം ദീർഘിക്കുമുള്ള സിഗ്നലാണത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഓട്ടോയിലാണ്. സോ ഓട്ടോയിൽ വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങളൊരു സൈഡ് മാത്രമാണ് കാണുന്നത്. ഓട്ടോയുടെ ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള വ്യൂ മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോരമംഗലം എത്തി. കോരമംഗലയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. നല്ല തിരക്കാട്ടോ അവിടെ. കാരണം ഇഷ്ടംപോലെ പബ്ബും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇന്നൊരു ഫ്രൈഡേ കൂടെയാണ്. അതുകൊണ്ട് പബ്ബും കാര്യങ്ങളും റോഡെല്ലാം ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ. ഭയങ്കര ഹെവിയാണ്. എസ്പെഷ്യലി നമ്മുടെ ഫ്രൈഡേയും പിന്നെ ഒരു വീക്കെൻഡും കൂടെ ആകുമ്പോൾ. കാരണം നാളെ നമുക്ക് സെക്കൻഡ് സാറ്റർഡേ ആണ്. സോ അങ്ങനത്തെ ഒരു വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ തിരക്കും കാര്യങ്ങളായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് റോഡ് വശം. ഇതെല്ലാം നല്ല കുണ്ടും കുഴി കൂടെ നമ്മളിങ്ങനെ ഓട്ടോ ആടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ മടിവാള സെൻറ്റ് ജോൺസിനടുത്തുള്ള പെട്രോൾ ബങ്കാണിത്. ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ വരുന്നത്. അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ചെറിയ ക്ലോക്ക് കാണാം. സമയം തെറ്റാന്നേ ഉള്ളൂ. പക്ഷേ ഇതാണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. അമ്പേരി ഡ്രീം ക്ലാസ് ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ബസ്സിന് ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് നമുക്ക് അത്രയും ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കയറാൻ വേണ്ടി കാത്തിട്ടാണ് ഞാൻ മെല്ലെ കയറി. അകത്ത് കയറുമ്പോൾ ഇതാണ് വ്യൂ. നമ്മുടെ ഇത് U31 ആണ് നമുക്കുള്ളത്. സോ U31 അപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പർ പോർഷനാണ്. സോ ആരും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അതോ വേറെ പാർട്ട്ണർ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാകും. കാരണം രാത്രി ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെയാണ്. അപ്പം നിങ്ങൾക്ക് കഴിയുന്നത്രയും വെളിച്ചത്തിൽ കഴിയുന്നത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഓരോന്നിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിട്ട് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് നോക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അമ്പാരി ഡ്രീം ക്ലാസ് ബസ്സിനെ പറ്റി പല വീഡിയോസും പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ മലയാളത്തിൽ അങ്ങനെ വീഡിയോസൊന്നും കണ്ടില്ല. സോ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഇട്ടതും ഇങ്ങനൊരു യാത്രയ്ക്ക് പുറപ്പെട്ടതും. പിന്നെ എനിക്ക് എന്തായാലും കൊച്ചിയിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതും കൂടെ നമുക്ക് നമ്മുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കർണാടകയിലെ ബസ്സിൽ തന്നെ ആയിക്കോട്ടെ ഈ യാത്ര എന്ന് വിചാരിച്ചു. ഭയങ്കര സ്പെസിഫിക്കാണ് ഈ ബസ്സിന് ഈ പേര് ഇടാൻ കാരണം തന്നെ പല റീസണും. അതുപോലെ തന്നെ ബസ്സിന് ഈ പേര് കണ്ടുപിടിച്ച ആൾക്ക് പല ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബസ് ഭയങ്കര സ്പെസിഫിക്കാണ്. കുറേ കാര്യങ്ങളും ഫീച്ചേഴ്സ് ഉള്ളതാണ്. എസ്പെഷ്യലി മൊബൈൽ ഹോൾഡർ, അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഇതായാലും സീറ്റ്സ് ആയാലും നോക്കി എല്ലാം നല്ലൊരു ലെതർ ടച്ചാണ്. നോക്കി നോക്കും, നല്ല സീറ്റ് കൊടുത്തിട്ട് അതുപോലെ ബെഡ് കൊടുത്തിട്ട് നല്ല ഇതാണ്. നമുക്കിപ്പം ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് തന്നു. കയ്യിൽ നമ്മുടെ ബാഗ് ലഗേജെല്ലാം വെക്കാൻ ഇവിടെ സ്ഥലം കാര്യങ്ങളും അങ്ങനെയുണ്ട്. ലൈറ്റ്സ് അവിടെയുണ്ട്. അവിടെ ഒരു AC വേറെ ഉണ്ട്. പിന്നെ മാക്സിമം ലൈറ്റ് ഉള്ളതുപോലെയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്കിത് ഡബിളാണ്, 2 പേർക്ക് കിടക്കാൻ പറ്റുന്നത്. അപ്പുറത്ത്
സിംഗിൾ ബെഡാണ്. പിന്നെ നമ്മുടെ നേരെ മുകളിൽ തന്നെ 2 AC കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 AC ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക്. മീൻസ് 2 പേർക്കും കൂടെയാണ്, ഡ്യുവൽ ബെഡാണ് ഇത്. 2 പേർക്കും കൂടെയാണ്. അപ്പോൾ ഇതുണ്ട്, മെറ്റീരിയലെല്ലാം നല്ല മെറ്റീരിയലാണ്, നല്ല സ്പോഞ്ചാണ്, നല്ല കാര്യങ്ങളാണ്. മീൻസ് ഫിനിഷ് ചെയ്തിരിക്കുന്ന വൃത്തി, അതുപോലെ തന്നെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഇപ്പോൾ ഗ്ലാസ്സാണ്, ബ്രേക്ക് ചെയ്യാനോ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം എല്ലാ സ്പെഷ്യൽ ഏരിയയിലും വെച്ചിട്ടുണ്ട്. മീൻസ് ഓരോരുത്തർക്കും വേണമെങ്കിലും ഓരോ കബോർഡിലുമായിട്ട് നമുക്കത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ചാർജിങ് പോയിൻ്റ്, അതുപോലെ തന്നെ മൊബൈലിൽ ഹോൾഡ് ചെയ്ത് വെച്ച് ചാർജ് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എൻ്റെ U31 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അറിയില്ല എത്രത്തോളം കാണാമെന്ന്. ഇപ്പോൾ നമ്മുടെ സിൽക്ക് ബോർഡെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ബൊമ്മനഹള്ളി റൂട്ടിൽ പോവാണ്. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് പണി നടക്കുന്നത് കാണാം. സോ സ്റ്റിൽ അതിൻ്റെ പണി ഇതൊരു പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മെട്രോയുടെ അത് ഇനി കഴിഞ്ഞിട്ടില്ല. ഒരു സൈഡിൽ നമുക്ക് ഫ്ലൈ ഓവർ ഉണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി ഫ്ലൈ ഓവറിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. ദൂരോട്ട് കാണുന്നതാണ് നമ്മുടെ മെട്രോയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ട്രാഫിക്ക് നമ്മുടെ ബൊമ്മനഹള്ളി റൂട്ടിൽ കുറയുന്നതാണ്. പക്ഷേ ഇപ്പം അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ആണ്. ഇപ്പം ഈ ഒരു ഫ്രൈഡേ നൈറ്റായിട്ട് പോലും എനിക്കറിയാം, ബൊമ്മനഹള്ളി റോഡ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം, ഇഷ്ടംപോലെ മീൻസ് 3 വേ അങ്ങനെയാണ് കിടക്കുന്നത് മൊത്തത്തിൽ. അപ്പം നല്ല സ്പേസുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടൈം, ഇപ്പോൾ ഏകദേശം സമയം 9:45 9:45 തോന്നുന്നു. ട്രാഫിക്കെല്ലാം കുറച്ച് കുറഞ്ഞ് ഇങ്ങോട്ടെല്ലാം ലൈറ്റ് വളരെ കുറവാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. കാരണം നമുക്കൊരു രക്ഷയില്ല. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈറ്റുള്ളൂ. പിന്നെ എല്ലായിടത്തും കട്ടൺ ഇടും. നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ലീപ്പർ ബസ് ആകുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും അവരവരുടെ പ്രൈവസി ഉണ്ടാവും. സോ അതിന് വേണ്ടി കട്ടൺ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കട്ടൺ ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഓപ്പോസിറ്റ് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു പ്രൈവസി അവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല. എന്തായാലും നിങ്ങൾക്ക് രാവിലെ ഞാൻ നല്ല ഒരുവിധം കുറച്ചുകൂടി വ്യക്തമാക്കി ലൈറ്റ്സ് എല്ലാം വന്നൊരു ടൈം. കാരണം നമുക്ക് അവിടെ കൊച്ചിന് എത്തുന്നവർ പറയും ശരിക്കും 6 മണി എന്നാണ്. ബട്ട് എന്തായാലും ലേറ്റ് ആവും, ഒരു 7 മണി ആ ടൈം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങനെ കൃഷ്ണഗിരി എത്തിയപ്പോൾ വണ്ടി നമുക്കൊന്ന് ചായ കുടിക്കാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ശരിക്കുള്ള വ്യൂ. കംപ്ലീറ്റ് നോക്ക് എത്ര ടയറുകളാണെന്ന്. കാര്യം നല്ല സെറ്റപ്പ് വണ്ടിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. എന്തായാലും നല്ലൊരു ട്രാവൽ കംഫർട്ടാണ് ശരിക്കും ഉള്ളത്. ആരെങ്കിലും എല്ലാം ദൂരെ യാത്ര, എസ്പെഷ്യലി ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിൻ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നെങ്കിൽ ഒരു ടൈമിലെങ്കിലും നമ്മുടെ അമ്പാരി, നമ്മുടെ കർണാടക ഡ്രീം ക്ലാസ് ബസ്സിലൊന്ന് യാത്ര ചെയ്യണം. നല്ല കിടിലം ഫീലിംഗ് കാര്യങ്ങളെല്ലാം, നല്ലൊരു ആംബിയൻസും ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. എല്ലാം ബുക്ക്ഡാണ്, കംപ്ലീറ്റ്ലി ബുക്ക്ഡ് എല്ലാം ആണ്. അതുകൊണ്ട് അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിനോട്ടൊന്ന് കയറി നോക്കാം. സോ ഡ്രൈവർ ക്യാബിനിൽ നമുക്ക് അവിടെ സ്റ്റിയറിംഗ് സീറ്റ് കംപ്ലീറ്റ് ഒരു ലെതർ ഫിനിഷാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുമ്പിലെല്ലാമായിട്ട് കംപ്ലീറ്റ് എടുത്ത് അവിടെ കംപ്ലീറ്റ് പാട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ലൈറ്റ്സിൻ്റെ കാര്യങ്ങളും സ്റ്റിയറിംഗ് ആയാൽ തന്നെ പലതും ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡ്രൈവർ ക്യാബിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ കോ ഡ്രൈവർക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. നമുക്ക് കംപ്ലീറ്റ് സിഗ്നൽ, അതുപോലെ തന്നെ അടുത്ത സൈഡിലോട്ട് വരുമ്പോൾ വീണ്ടും നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഇതും. അങ്ങനെ ഫൈനലി മച്ചാന്മാരെ നമ്മൾ കേരളത്തിലെത്തി എന്ന് പറയാം. നല്ല ക്ഷീണം, നല്ല വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ണെല്ലാം തുറന്നു. യാത്രയിൽ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. യാത്രയിലും നല്ല രീതിയിൽ നല്ല യാത്രയിലായിരുന്നു. അപ്പം രാവിലത്തെ വ്യൂവിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ നമുക്ക് ലഗേജെല്ലാം വെക്കാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ലഗേജെല്ലാം എൻ്റെ മാറ്റി നമുക്ക് താഴെ തന്നെ 2 AC എയർ വെൻ്റ് വരുന്നുണ്ട്. നമ്മൾ നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും 2 AC എയർ വെൻ്റ്, പിന്നെ ലൈറ്റിനുള്ള സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ 2 ലൈറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് 2 പേർക്കും കൂടി കേട്ടോ. ഞാൻ കിടക്കുന്നത് ഡ്യുവൽ ബെഡാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 2 പേർക്കും കൂടി ഉള്ളതാണ്. പിന്നെ കട്ടൻ വെച്ച് കംപ്ലീറ്റ്ലി കവേർഡാണ്. നല്ലൊരു ഫീൽ ചെയ്യുന്നൊരു ബെഡും സ്പേസാണ് എല്ലാം ഉള്ളത്. നല്ല നമുക്ക് സ്വസ്ഥമായിട്ട് നല്ലോണം ഉറങ്ങാം. പിന്നെ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ, അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് മൊബൈൽ ഹോൾഡർ ചെയ്യാനുള്ള സ്ഥലമാണിത്. ഒരു ചാരി കിടക്കുമ്പോൾ ഉള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ കട്ടൻ കാര്യങ്ങളെല്ലാം ഇതാണ് മെയിൻ നമ്മുടെ ബസ്സിൻ്റെ അകത്തുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട് അങ്ങ് ദൂരെയായിട്ട്. നമ്മൾ ഏകദേശം എറണാകുളം എത്താറാവുന്നു. എനിക്ക് തോന്നുന്നു എടപ്പള്ളി ആവാറായി എന്നാണ് എനിക്ക് വിശ്വാസം. യെസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ കല്ലൂർ എത്തിയിരിക്കുകയാണ്. കല്ലൂരെല്ലാം കഴിഞ്ഞ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ആ പാലസിലാണ് അപ്പോൾ ശരിക്കുള്ളത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവും, ഈ ബിൽഡിങ്ങും ഈ പാലം കാണുന്നവർക്ക് മനസ്സിലാവും. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ ആ ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മാറ്റങ്ങൾ വന്നിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ കൊച്ചിക്ക് വരുന്നത്. കുറേ ഏകദേശം എനിക്ക് തോന്നുന്നു 8 കൊല്ലം കഴിയുന്നുണ്ട് ഞാൻ കൊച്ചിക്ക് വന്നിട്ട്. എന്തായാലും ഭയങ്കര ഹാപ്പി.
ഞാനിവിടേക്കായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര റിയലി ഹാപ്പി. നമ്മുടെ റെയിൽവേ പാളം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീൻസ് കാണാൻ പറ്റാത്ത രീതി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അടിപൊളി. നമ്മളിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയെ തിരിഞ്ഞ് നമ്മൾ KSRTC ഡിപ്പോയിലോട്ട് പോകുന്നതാണ്. നോക്കി എന്തൊക്കെ വ്യത്യാസമാണെന്ന് നോക്കും. ഭയങ്കര വ്യത്യാസമായിട്ട് വന്നിട്ടുള്ള ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെവലിൽ വ്യത്യാസമാണ്. മെട്രോയുടെ കാര്യങ്ങളായാലും പാലമായാലും എന്നാൽ ശരിക്കും പഴയ കൊച്ചി അല്ലാന്ന് തന്നെ പറയാം. അത്രയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 7-8 കൊല്ലങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്. എന്തായാലും അടിപൊളി, എക്സൈറ്റഡ്, സൂപ്പർ. ഇതാണ് നമ്മുടെ അമ്പയാരി ഡ്രീം ക്ലാസിൻ്റെ ബസ്. കംപ്ലീറ്റ് ട്രാവൽ വിത്ത് ഡ്രീംസ്, മൾട്ടി ആക്സൽ വോൾവോ സ്ലീപ്പർ. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ.